കൈ വെച്ച് ഇതുകൊണ്ടു എൻ്റെ കൈയുടെ നീളം ഇത്ര നീളം. ചെറുമീന് വേണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് അടിപൊളി മണവാങ്ങ അടിച്ചിട്ടുണ്ട്. എത്ര ചെറുമീൻ അടിച്ചു ഗായ്സ്. ഇപ്പം മച്ചാന്മാരെ നമ്മളിന്ന് പതിവ് പോലെ തന്നെ വരാലും ചെറുമീനും വാഹയൊക്കെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ഇപ്പം നമുക്ക് നേരെ ഒത്തിരി ഒന്നും പറയുന്നൊന്നുമില്ല, നേരെ പോവുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ ചുമ്മാ കാസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നു, വല്ലതും കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. ഗായ്സ് വരാലടിച്ച് വരാലാണേ. ഉള്ള ചപ്പെല്ലാം കൂടെ വലിച്ച് കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. നല്ല നാടൻ വരാലാന്ന് തോന്നുന്നു. വേടാ കണ്ട, നമുക്ക് പിന്നെ പാക്ക് ചെയ്യാം. ഷിറ്റ് ഗായ്സ്, എത്രാമത് മീനാണ് മിസ്സാകുന്നത്. ഒത്തിരി മീനായി മിസ്സാകുന്നത്. ഇത്തവണ കൊടുത്തില്ലോ. എത്ര മീനാണ് മിസ്സായിരുന്നു. ഇനി അങ്ങനെ അങ്ങ് വിടാൻ ചാടി അടിക്കുന്നല്ലേ. ഇവിടെ ഓളാമത്തെ കുടഞ്ഞു കളയുമോ? ആഹാ, നല്ല നാടൻ വരാല്. എൻ്റെ പൊന്നു കായ്സ്, എത്ര ദിവസമായെന്നറിയോ? എത്ര ദിവസത്തിൻ്റെ അല്ല, ഇതൊക്കെ എത്ര നേരമായെന്നറിയോ കളിപ്പിക്ക് വിട്ട് അടിച്ചിട്ട് കൊള്ളുന്നില്ല. കുറേ എണ്ണം മിസ്സായി. ആകെ ഒരെണ്ണം കിട്ടിയായിരുന്നു, പിന്നെ കുറേ എണ്ണം മിസ്സായി. എന്നാന്നറിയോ ഉക്കപ്പ് ഏൽക്കുന്നില്ല. ഇന്നത്തെ ദിവസം മൊത്തം അങ്ങനെയാണ്. ഇപ്പം പിന്നെ അത് അടിച്ച് കയറി. ഇതേ ഇപ്പോൾ 2 എണ്ണമായി. എത്ര എണ്ണം കേട്ടോ? 4-5 വരാൽ കിട്ടുന്ന സാധനത്താണ് ഇപ്പോൾ 2 എണ്ണം കിടക്കുന്നത്. ഇത്തോളം കേട്ടോ വെയിറ്റ് ചാടി അടിക്കുന്നത്. ഫ്രോഗ് ഇരിക്കുന്നുണ്ട്. ഫ്രോഗ് ചാടി അടിക്കുന്നത്. കുറേ ദിവസമായിട്ട് ചെറുമീന് വേണ്ടി ഇറങ്ങുന്നത് നമ്മൾ. ഇവരുടെ ചെറുമീൻ്റെ പരിപാടിയൊന്നും നടന്നില്ല. ചെറിയതൊക്കെ കിട്ടുന്നതല്ലാതെ വലുതൊന്നും കാണിക്കാൻ പറ്റുന്ന സെറ്റപ്പിലൊന്നും കിട്ടുന്നൊന്നുമില്ല. തൽക്കാലം വരാലും മതി, ഒന്നും കിട്ടാതിരിക്കുന്നില്ല. അത് തന്നെ ഒരു ഭാഗ്യം. കൂടെ എപ്പോഴും ചൂണ്ടിടാൻ പോകുന്നവർക്കറിയാം, ഒന്നും കിട്ടാതെ കയറി പോകുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട്. ഇപ്പം പിന്നെ ആ സങ്കടമില്ല. 2 വരാലുണ്ട്, അത് ധാരാളം. വരാലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്. നല്ല പ്രോട്ടീനാണ്. ചെറുമീൻ അടിച്ച് ഗായ്സ്. എന്താ ഗായ്സ്, ഒറ്റ സാധനം അടിച്ചേക്കുന്നത്. മൈ ഗോഡ് ഗുഡ്നസ് ഗായ്സ്, കളയോ ഗായ്സ്. അയ്യോ, മൈ ഗോഡ്. ഇതിനെ എടുത്തിടണമെങ്കിൽ പെട്ട് ഒറ്റയ്ക്കേ ഉള്ളൂ ഗായ്സ്. പണി കിട്ടി. അയ്യോ, ഗായ്സ്, എന്നെ ചെയ്യും? ഒന്നും ചെയ്യാനില്ല. 2 കിലോ മസ്റ്റാ ഗായ്സ്. കിടക്കുന്ന കിടപ്പ് കണ്ടോ? പക്ഷെ ഇതിനെങ്ങനെ എടുക്കും? ഗ്രിപ്പർ
അയ്യോ, ഇപ്പിട്ടാ നിൽക്കുവോ? ഗൈസ് ഇവിടെ 2 കിലോ അല്ല. ഓ ഐറ്റ സാധനം ഗൈസ്. ഒയ്യോ എവണ്ണ വാക. ഓ എല്ലാ സാധനം വളരെ വാക കേട്ടോ. ഒമ്പ. ഉയ്യോ ഇതിൻ്റെ സൈസ് നിങ്ങൾ എങ്ങനെയൊന്ന് കാണിക്കുന്നത്? ഞാൻ 6 നടുക്കുവാണ്. അയ്യോ എന്നെ അടി അടിച്ചേ. അത് പമ്മി വന്ന് അടിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവനായിരിക്കും കഴിഞ്ഞ ദിവസം നമുക്കിട്ട് അടിച്ചിട്ട് പോയത് കേട്ടോ. ഒയ്യോ അങ്ങനെ അവസാനം നമ്മൾ ചെറുമീന് വേണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് അടിപൊളി മണൽവാഹ അടിച്ചിട്ടുണ്ട്. ഇത് എത്ര കിലോ വരുന്നത് നിങ്ങളെ പറയാം. ഇത് കണ്ടോ, എൻ്റെ കൈ വെച്ച് കാണിക്കും. ഇത് കണ്ടോ, ഉയ്യോ മണൽവാഹ. എൻ്റെ പൊന്നെ ആറ്റ സാധനം. ഒരു 2-2.5 കിലോയുടെ മേളിൽ 3 കിലോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ നിങ്ങളെ കറക്റ്റായിട്ടൊന്ന് കാണിക്കാം. ഞാൻ ഇപ്പോൾ 6 നടുക്കാണ്, എന്നാലും കുഴപ്പമില്ല. നിങ്ങളിത് കാണണം കാര്യം. ഞാൻ ഇപ്പോൾ കാണിക്കാം. ഒറ്റ മിനിറ്റ് ഞാൻ ഗ്രിപ്പർ ഇട്ടൊന്ന് എടുത്ത് കാണിക്കാവേ. ഇത് കണ്ടോ ഗൈസ്, തുഴ നോക്കി. തുഴ വെച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? തുഴയൊന്നുമല്ല, തുഴയുടെ അപ്പുറത്തെ നീളവും വണ്ണവും പക്ക ഐറ്റമല്ലേ. കണ്ടോ എല്ലാ ഐറ്റവും നോക്കി അടിച്ച് പറപ്പിച്ച് കളഞ്ഞു. അങ്ങനെ അവസാനം നമുക്കത് അടിച്ച് കേട്ടോ. ഇത് കണ്ടോ എടുത്ത് കാണിക്കാവേ. അമ്പ കണ്ടോ ഗായ്സ്, എൻ്റെ സൈസാണ് പോയി. ഇത് കണ്ടോ എത്ര കിലോ വരും? ഇത് 2 അല്ല, അതിൻ്റെ മേളിലുണ്ട് കേട്ടോ. ഇതാ സാധനം. അയ്യോ ഹൈറ്റായില്ലേ. അടിച്ചതൊക്കെ ഇതല്ലാണ് ഈ ഫ്രോഗിൽ അടിച്ചേക്കുന്നത്. ഫ്രോഗിൻ്റെ അടിച്ച കേട്ടോ, ഫ്ലിപ്പിട്ടൊന്നുമല്ല, ഫ്രോഗിൻ്റെ അടിച്ചത്. നമ്മൾ ചെറുമീന് വേണ്ടി എറിഞ്ഞാണ്, പക്ഷേ നമുക്ക് അടിച്ചത് മണൽവാഹയാണ്. ഇതൊരു 2-3 കിലോ 3 കിലോയുടെ മേളിലുണ്ട്. നല്ല വെയിറ്റുണ്ട് കേട്ടോ. ഇതെങ്ങനെ നിങ്ങൾ സൈസ് കണ്ടോ? എൻ്റെ കൈ വെച്ച് കാണിക്കാം. ഇത് കണ്ടോ എൻ്റെ കൈയുടെ നീളം ഇത് ഇത്ര നീളമുണ്ട്. ഈ സൈസാണ്, ഈ സൈസ് ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഫ്രോഗ് ഊരാതെ ഇവനെ എടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടാക്കാം. ഇതിൻ്റെ അകത്തോട്ട് ആക്കണമെങ്കിലാണെങ്കിൽ പണി. ഫ്രോഗ് ഊരിയാക്കല്ലേ. അയ്യോ ഫ്രോഗ് നല്ല കൂടോലയ്ക്കകത്ത് കയറുന്നില്ലല്ലോ. ഇപ്പോൾ ഗ്രിപ്പറൊക്കെ അടിച്ചു പിടിച്ചേക്കും. ഇനി വിടറ. അയ്യോ എത്ര കിലോ ഇത്. അപ്പോൾ ഗായ്സ് നമ്മളവനെ എയറൊക്കെ കയറ്റി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചത്ത് പോകാതെ നമുക്ക് പെട്ടെന്ന് തൊട്ട് കുളത്തിലേക്ക് ഇടാം. അല്ലെങ്കിൽ നമുക്ക് ജീവനോടെ നമുക്ക് ഇടാൻ പറ്റത്തില്ല. നമുക്ക് ഇത് ചത്ത് കഴിഞ്ഞ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ നമുക്ക് ജീവനോടെ 2, 3, 4, 5 ഒരാഴ്ച നമ്മൾ വീട്ടിൽ കുളത്തിൽ കിടന്നാലും അത് നല്ലോണം കൊടുക്കുവാണെങ്കിൽ, ഒരു പ്രശ്നമില്ല കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം വിലയും കിട്ടും, കൊണ്ടുപോകുന്നവർക്ക് ഉപകരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വന്ന് കുളത്തിലേക്ക് ഇടാം കേട്ടോ. ബാ മജി ഇങ്ങോട്ട് വന്നേ, കൂട്ടം കാണിക്കാം. ഇത് കണ്ടോ? ആണ്ട ഇങ്ങോട്ട് പോയി. ഇത് കണ്ടോ? മീനെ കണ്ടോ? ഇത്ര കൊച്ചു മീനെ കണ്ടോ? ഇതിനെ പെട്ടെന്ന് ജീവനോടെ ഇടണം. എനിക്ക് ഒന്ന് വീഡിയോ എടുത്ത് നമ്മൾ ഓഡിയൻസ് കാണണ്ടേ. ഒന്ന് വീഡിയോ എടുത്തേ. ചത്ത പോകുന്നില്ല, അങ്ങനെ എടുത്തു. ചത്ത പോകുന്നതിന് മുമ്പേ നമുക്ക് കുളത്തിലാക്കണം. എന്നാ മീനാടാ? വാഴ അത്ര വലുതോ? പതുക്കനെ നടക്കും. ഞാൻ ഈ പുറകെ വരണ്ടേ? ഇല്ല പ്രാസ തൂക്കി നോക്കറിയാം. വെയിൽ കാരണം അത് കിട്ടുന്നില്ല. നേച്ചിടം കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി മാറി ഇരിക്കണ്ട, വെയില വെട്ടം കാരണം വീഡിയോ കിട്ടും.
ചത്തല്ലേ? ഉത്തര പെട്ടെന്ന് അങ്ങോട്ട് കാണിക്കും. പക്ഷെ അത്തൊന്നും തോന്നില്ല, അതെങ്ങനെയില്ലല്ലോ. കോള് വരുന്ന ചത്തിട്ടില്ല ചത്തിട്ടില്ല. വെള്ളം വെള്ളം ചെന്നാൽ മതി. കോള് വരുന്ന എന്തോ ഇത് ചാകുന്നു ഇത്ര പെട്ടെന്ന്. പക്ഷെ ചത്തില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാണാൻ. ആ തുണി അലക്കിയ തുണിയോ? ചത്തു പോകുന്ന തോന്നുന്നത്. എയർ എടുക്കുന്നില്ല. നമ്മൾ എയറൊക്കെ കയറ്റി കറക്റ്റ് കൊണ്ടുവന്നത്. പക്ഷെ ഇതൊന്നുമില്ല, ചിരിഞ്ഞ് കിടന്ന് ചത്തു പോകും, മലക്കുവാ. ഗായ്സ്, നമ്മൾ വിചാരിച്ച പോലെ പണി നടന്നില്ല. നമ്മളവിടുന്ന് ജീവനോടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടോ അത് ചാകാറായി കിടക്കുക. ഒരു രക്ഷയില്ല, മലന്ന് കിടക്കുക. ഇടയ്ക്കൊന്ന് എയർ എടുത്ത്, പക്ഷെ എന്നാലും പോയി. അപ്പോൾ നമ്മൾ മാക്സിമം അത് ജീവനോടെ നിർത്താൻ നോക്കി, നടന്നില്ല. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇതിൻ്റെ ബാക്കി പണി ഞാൻ നോക്കട്ടെ. എന്തെങ്കിലും കാണിച്ചതിനൊന്ന് ജീവൻ വെച്ചിരിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.